കയ്യിൽ കിട്ടിയ വിറകിൻ്റെ കൊള്ളി ആകാവുന്നത്ര ആകാശത്തേക്ക് പൊക്കിപ്പിടിച്ച് കരുത്തു മുഴുവൻ സമാഹരിച്ച് മൂർഖൻ്റെ മൂർധാവിനൊന്ന് ഞാൻ കൊടുത്തു, അത് ചത്തുപോയി. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ നിൽക്കുന്ന നേർക്കോലിനോട് ആത്തേക്ക് പോയിക്കോ, അടുക്കളയിൽ പെങ്ങളുണ്ട്, പറ്റുമെങ്കിൽ കല്യാണം ആലോചിച്ചാളാ എന്ന് പറയല. ഈ കുട്ടീൻ്റെ പണി എന്താ അറിയോ നിങ്ങൾ? നാട്ടുകാരെ മുഴുവൻ അരക്കറ്റം വെള്ളത്തിൽ ഇറക്കുക. സകല മനുഷ്യന്മാരും വസ്ത്രവും മുണ്ടൊക്കെ വലിച്ച് തരച്ച് അരവര കയറ്റിയിട്ട് പുറത്തേക്ക് ചെരിഞ്ഞു നിന്നിട്ട് ഇവനോട് തിരിഞ്ഞു നിന്നിട്ട് പറയും, ഈ അരപ്പ ചെക്കനേക്കാൾ നല്ലത് ചത്തുപോയ കുരുപ്പ് തന്തയായിരുന്നു എന്ന്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, സഖാവ് കുട്ടേട്ടനെ ദൂരെ നിന്ന് മാത്രം പരിചയമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് കീഴിൽ ദീർഘകാലം പാർട്ടി പ്രവർത്തനം നടത്തിയ ധാരാളം പേർ സദസ്സിലും വേദിയിലുമുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ദീർഘമായി സംസാരിക്കുന്നത് അനാവശ്യമല്ലെങ്കിലും അത്യാവശ്യമല്ല. സഖാവ് ശിവദാസൻ വളരെ ചുരുക്കം സമയം ഉപയോഗപ്പെടുത്തി, 4-5 മിനിറ്റ് ഉപയോഗപ്പെടുത്തിയാണെങ്കിലും നന്നായി അത് നിർവഹിച്ചിട്ടുമുണ്ട്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇനിയും നമ്മളോട് സംസാരിക്കാൻ വേദിയിൽ ഉണ്ട് താനും. അനുസ്മരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ആചാരമല്ല, അനുഷ്ഠാനവുമല്ല. ആരെയാണോ അനുസ്മരിക്കുന്നത് അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ, നടന്നു തീർത്ത സമരപഥങ്ങൾ, പിന്നിട്ട അഗ്നിരഥ്യകൾ അവരുടെ അഭാവത്തിലും അനാഥമാകാൻ സമ്മതിക്കില്ല എന്ന് ശാഠ്യം പിടിക്കലാണ് വിപ്ലവകാരികൾക്ക് അനുസ്മരണത്തിൻ്റെ അർത്ഥം. മൈക്കിന് ഒച്ചല്ലായിട്ടല്ല, എനിക്ക് ഒച്ചല്ലായിട്ടാ. അയാളെ ചീത്ത പറയണ്ട, നല്ല മൈക്കാണ്. ഇനി തൊടേ വേണ്ടട്ടോ, നിങ്ങൾ പൈസയൊക്കെ ഞാൻ വാങ്ങി തരും എന്തായാലും. അനുസ്മരണം ഒരു കേവലമായ കെട്ടുകാഴ്ചയല്ല. ഒരു മനുഷ്യന്, ഒരു ജനതയ്ക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപാകങ്ങളിലൊന്ന് അവർ മറവിയിലേക്ക് അതിവേഗം മറഞ്ഞു വീഴുന്നു എന്നതാണ്. മറവിയുടെ മാളങ്ങളിൽ മടിപിടിച്ചുറങ്ങുന്ന ഒരു ജനതയെ തങ്ങളുടെ ആസുരതകൾ ആകാശത്തോളം ഉയർത്തി അടക്കി ഭരിക്കാൻ അധികാരി വർഗത്തിന് അനായാസം കഴിയും എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വർത്തമാനം അത് ഉച്ചത്തിൽ ഉച്ചരിക്കുന്നുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുസ്മരണം എന്നത് ഭൂതകാലത്തേക്കുള്ള കേവലമായ ഒരു തീർത്ഥയാത്രയല്ല. പ്രയാസനിബിഡമായ ഇന്നിൽ നിന്നും പ്രതീക്ഷാ നിർഭരമായ നാളെയിലേക്ക് നടത്തുന്ന ത്യാഗസുരഭിലമായ പോരാട്ടത്തിൻ്റെ യാത്രയുടെ ഊർജം ശേഖരിക്കാനുള്ള ഒരു സമരയാത്രയാണ്. ഓർമ്മകളുണ്ടായിരിക്കണം എന്നത് ഒരു പഴയ സിനിമയുടെ പേര് മാത്രമല്ല. സകല ജനാധിപത്യ സുമനസ്സുകളും സ്വജീവിതത്തിൽ സുധീരം പറിച്ചു നടേണ്ടുന്ന ഒരു പ്രയോഗ സാധ്യതയാണ്. അതുകൊണ്ട് മറ്റെല്ലാവരെയും പോലെ, അത് പൊരുതി വീണ രക്തസാക്ഷികളാണെങ്കിലും കുട്ടേട്ടനെ പോലെ കൊഴിഞ്ഞു വീണ രക്തപുഷ്പങ്ങളാണെങ്കിലും അവരെ അനുസ്മരിക്കുമ്പോൾ സഖാവ് ശിവദാസൻ ഒറ്റവാചകത്തിൽ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിനോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു അത് വിലയിരുത്തുകയും ആ സഖാവിനോളമായില്ലെങ്കിലും നമുക്കെല്ലാം ആകാവുന്ന വിധത്തിൽ അതിനോട് ഒപ്പം നിൽക്കുമെന്ന് പ്രതിജ്ഞ പുതുക്കുകയുമാണ് മറ്റെല്ലാ സഖാക്കളുടെയും എന്നതുപോലെ സഖാവ് കുട്ടേട്ടൻ്റെയും അനുസ്മരണത്തിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള അർത്ഥപൂർണമായ ചുമതല, സാർത്ഥകമായ സ്മരണം. ഒരു പുരുഷായുസ് മുഴുവൻ പതിതപക്ഷത്തോടൊപ്പം പതറാതെ പൊരുതിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് കുട്ടേട്ടനോട് ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം അത് നിർവഹിക്കുക എന്നാലോചിക്കലാണ്
അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകാവുന്ന വിധത്തിൽ അടുപ്പം പ്രകടിപ്പിക്കലാണ് നമുക്ക് സഖാവ് കുട്ടേട്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ള ഉജ്ജ്വലമായ ഓർമ്മ പുതുക്കൽ അനുസ്മരണം. അത് നിർവഹിക്കാൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് നിങ്ങളോടെല്ലാം സവിനയം അഭ്യർത്ഥിക്കുന്നു. സഖാവ് കുട്ടേട്ടൻ്റെ ധീരവും ദീപ്തവുമായ സ്മരണകൾക്ക് മുന്നിൽ ഈ നാടിനോടൊപ്പം നിങ്ങളോടൊപ്പം ആദരാഞ്ജലികളും അഭിവാദനങ്ങളും അർപ്പിക്കുകയാണ്. സഖാവ് കുട്ടേട്ടൻ്റെ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സാർവദേശീയ മണ്ഡലം മുതൽ പ്രാദേശിക പ്രതലം വരെ സകല പ്രശ്നങ്ങളിലും സ്ഫടികതുല്യ വ്യക്തതയുള്ള പാർട്ടിയാണ് സഖാവ് കുട്ടേട്ടൻ്റെ പാർട്ടി. സാർവദേശീയം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പം തന്നെ നമുക്ക് ദേഷ്യം പിടിക്കും. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ അങ്ങനെയാ പ്രസംഗിക്കുക. ഇനി ഇയാൾ തുടങ്ങിയോ ഇടങ്ങറാക്കാൻ എന്ന് തോന്നും. അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് സാർവദേശീയം വിടാം, എന്നാൽ എളുപ്പമുണ്ടാവും. പലസ്തീൻ പ്രശ്നത്തിൽ സഖാവ് കുട്ടേട്ടൻ്റെ പാർട്ടിയുടെ നിലപാടെന്താണ്? പേടിക്കണ്ട കേട്ടോ, 1 മിനിറ്റേ ഉണ്ടാവും. ഒരാള് മറ്റൊരാളോട് പറഞ്ഞു എന്നെ ഉറുമ്പ് കടിച്ചു. അപ്പൊ കേട്ടവൻ പറഞ്ഞോനോട് ചോദിച്ചു എന്നിട്ട് എന്താക്കി? അപ്പൊ ഒന്നാമൻ പറഞ്ഞു എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഉറുമ്പിനെ കൂട്ടത്തോടെ മണ്ണെണ്ണയൊഴിച്ച് തീപ്പട്ടിക്കമ്പുരച്ച് തീ കൊളുത്തി കരിച്ചു കളഞ്ഞു. അപ്പൊ കേട്ട രണ്ടാമൻ പറഞ്ഞു നന്നായി, കടിച്ചാ പിന്നെ കൊല്ലണ്ടേ, നന്നായി അത്. ഈ വർത്തമാനം കേട്ടുകൊണ്ടിരുന്ന മൂന്നാമതൊരാൾ ഒന്നാമനോട് ചോദിച്ചു നിങ്ങളെ എവിടുന്നേ, എപ്പോഴേ, എങ്ങനെ, എന്തിനെ ഉറുമ്പ് കടിച്ചത്? അപ്പൊ ഒന്നാമൻ ചോദിച്ച മൂന്നാമനോട് പറഞ്ഞു 4 പറമ്പ് അപ്പുറത്തുള്ള ഒരു പറമ്പിന്റെ മൂലക്കിലുള്ള പ്ലാവിന്റെ ചോട്ടില് ഉറുമ്പിന്റെ കൂട്ടില് ഒരു കാര്യമില്ലാതെ കാലിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോയപ്പോൾ ഇന്ന് ഉറുമ്പ് കടിച്ചതാണ്. നല്ലോണം ശ്രദ്ധിക്കണേ. 4 പറമ്പ് അപ്പുറത്താ ആരാന്റെ പ്ലാവിന്റെ ചോട്ടില ഉറുമ്പിന്റെ കൂട്. ഒരു കാര്യമില്ലാതെ അവിടെ ചെന്ന് കാലിട്ട് കോലിട്ട് ഇളക്കാൻ നിന്നപ്പോഴാണ് എന്നെ ഉറുമ്പ് കടിച്ചത്. അപ്പൊ കേട്ട മൂന്നാമൻ പറഞ്ഞു എടാ വൃത്തി കെട്ടോനെ, അന്നെ കടിച്ചാ മതിയോ, മൂർധാവ് കേറി മാന്തണ്ടേന്ന്. ഇതാണ് കുട്ടേട്ടന്റെ പ്രസ്ഥാനത്തിന് പലസ്തീൻ രാഷ്ട്രീയത്തിലുള്ള വിഷയത്തിലുള്ള നിലപാട്. ഇനി വിശദീകരിക്കണ്ടല്ലോ. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ച് സുദൃഢവും സുതാര്യവും സുധീരവുമായ നിലപാടുള്ള പാർട്ടിയാണ് സഖാവ് കുട്ടേട്ടന്റെ പാർട്ടി. എന്താണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപകാല രാഷ്ട്രീയ സംഭവം? മിനിഞ്ഞാന്ന് കാശ്മീരിൽ നടന്നതല്ല ഞാൻ പറഞ്ഞത്, പൊതുവിൽ. കഴിഞ്ഞ ഏതാണ്ട് 1 വർഷത്തിനു മുമ്പ് ഏപ്രിൽ മാസം നടന്ന ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ ഫലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം. 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം സംബന്ധിച്ച് സഖാവ് കുട്ടേട്ടന്റെ പാർട്ടി 42 പേജുള്ള സാമാന്യം ദീർഘമായ തീർത്തും സമഗ്രമായ ഒരു രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പേടിക്കണ്ട, അതൊന്നും ഞാൻ വായിക്കില്ല. ഓടിച്ചു വായിച്ചാൽ 1.5 മണിക്കൂർ വേണം അതിന്. അതിനാറ്റിക്കുറുക്കി 3 വാചകമല്ല 3 വാക്കാക്കി പറയാം. ആ രേഖ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് ആ രേഖ നമ്മോട് പറഞ്ഞു, ആശങ്കാകുലം എങ്കിലും ആശ്വാസകരം, എന്നാൽ ആഹ്ലാദകരമല്ല. ഇതാണ് ആ രേഖയുടെ ആറ്റിക്കുറുക്കിയുള്ള അവസ്ഥ. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് 1-2 വാചകം നീട്ടി പറയാം. മോദി 3ാമതും അധികാര കസേരയിൽ മൂടമർത്തിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആശങ്കാകുലമാണ് എന്ന് അടയാളപ്പെടുത്താൻ സഖാവ് കുട്ടേട്ടന്റെ പാർട്ടിയെ പ്രചോദിപ്പിച്ചത്. അപ്പൊ അടുത്ത വാചകം എന്താ? ആശ്വാസകരമാണ് എന്നാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം. എന്തേ അങ്ങനെ പറയാൻ? കേട്ടോളൂ. 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം മോദിയുടെ കയ്യിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MP-മാരുടെ എണ്ണം 303. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MP-മാരുടെ എണ്ണം അതിൽ നിന്ന് കഴുത്തൊടിഞ്ഞ് കുഴിയിൽ വീണു 240. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കഴിഞ്ഞ തവണത്തതിനേക്കാൾ 63 പേരുടെ പിന്തുണയുടെ കുറവുണ്ട് ഈ കുറി മോദിക്ക് എന്നാണ്. അർത്ഥം മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സഖാവ് കുട്ടേട്ടന്റെ പാർട്ടി പറഞ്ഞത് മോദി 3ാമതും അധികാരത്തിൽ വന്നു എന്നത് അപകടകരമാണെങ്കിലും
മോദിയുടെ 3ാം വരവിന്റെ മോടി കുറഞ്ഞു എന്നത് ആശ്വാസകരമാണ്, കറക്റ്റാണ്. ഇനി മൂന്നാമത്തത് എന്താ? എന്നാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം ആഹ്ലാദകരമല്ല. എന്തേ അങ്ങനെ പറയാം. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്, സഖാവ് കുട്ടേട്ടന്റെ പ്രസ്ഥാനത്തിന് വിചാരിച്ചത്ര വിടർന്നു വികസിക്കാൻ, കരുതിയത്രയും ദേശീയ രാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിലേക്ക് പടർന്നു പന്തലിക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ സംസ്കൃത, മലയാളത്തിൽ പറഞ്ഞ തോറ്റു തൊപ്പിയിട്ടു നമ്മൾ എന്ന്. ഇതാണ്. ഇത്രമേൽ സത്യസന്ധതയോടെ, ചങ്കുറപ്പോടെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയാൻ തൻ്റെ ഇടവും ത്രാണിയും കാണിച്ച മറ്റേതു പാർട്ടിയുണ്ട് ഈ ഉലകത്തിൽ? CPIM അല്ലാതെ. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം ഞാൻ. 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സഖാവ് കുട്ടേട്ടന്റെ പാർട്ടി പറഞ്ഞു, ആശങ്കാകുലമാണ് മോദി വീണ്ടും വന്നു എന്നതുകൊണ്ട്. എന്നാലും മോദിയുടെ പിന്തുണയ്ക്ക് വലിയ കുറവുണ്ടായി എന്നതിനാൽ അത് ആശ്വാസകരമാണ്. എന്നാൽ ചെങ്കൊടി പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അത് ആഹ്ലാദകരമല്ല. തീർന്നു. 42ാമത്തെ പേജിലെ അവസാനത്തെ ഖണ്ഡിക ആരംഭിക്കുന്നത് ഇങ്ങനെയാ. ഞാൻ പറയുന്ന ഭാഷയിലല്ല, അർത്ഥം വ്യത്യാസമില്ല. നമ്മുടെ പാർട്ടി പറഞ്ഞു ഈ രേഖ സമാപിച്ചുകൊണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവധി നൽകിയും വിയോജിപ്പുകളോട് താൽക്കാലികമായെങ്കിലും വിട ചൊല്ലിയും കിട്ടാവുന്ന മുഴുവൻ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും ഒപ്പം ചേർത്തും മോദിയുടെ മുഷ്കിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മൂർച്ച കൂട്ടണം. ഇതാണ് രേഖ സമാപിക്കുന്നത്. എന്താണ്? ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ എല്ലാം ഒപ്പം ചേർത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് വിയോജിപ്പുകൾക്ക് തൽക്കാലം അവധി കൊടുത്ത് മോദിയുടെ ആസുരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അശരണ ലക്ഷങ്ങളെ ഒപ്പം ചേർക്കാനുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് ആക്കം കൂട്ടണം എന്ന് പറഞ്ഞ പോരാട്ടം ശക്തിപ്പെടുത്തണം എന്ന്. ഈ സമാപിച്ചുകൊണ്ട് പറഞ്ഞ വർത്തമാനത്തോട് പ്രതികരിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്കത് വിടാം. കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ നാട്ടിലെ 86 വയസ്സുള്ളൊരു കമ്മ്യൂണിസ്റ്റ് കാരണവർ കുളിക്കുമ്പോൾ കാൽവഴുതി കുളിമുറിയിൽ വീണ് തുടയല് പൊട്ടി ആശുപത്രിയിൽ ചെന്ന് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിശ്രമിക്കുന്നു എന്ന് കേട്ടപ്പോൾ പ്രദേശത്തെ പാർട്ടി സഖാക്കളെയും കൂട്ടി അദ്ദേഹത്തെ കാണാൻ പോയതാ. കോലായിൽ വെച്ച് അദ്ദേഹം ചായയൊക്കെ തന്നു, നന്നായി വർത്താനം പറഞ്ഞു. കുറച്ചാണ്ട് കഴിഞ്ഞപ്പം നല്ലോണം ചീത്ത പറഞ്ഞു എന്നെ. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പാർട്ടി കാരണവരാണ് അദ്ദേഹം. പാർട്ടി കമ്മിറ്റിയിലൊന്നും ഇല്ലെങ്കിലും എന്നോട് പറഞ്ഞു, എടാ ഞങ്ങളൊക്കെ ഈ പാർട്ടിയിൽ നിൽക്കുമ്പം കോൺഗ്രസിനെ മുട്ടിന് മുട്ടിയിട്ട പാർട്ടി വലുതാക്കിയത്. നിങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ സ്ഥിതി എന്താ? ഞാൻ ചോദിച്ചു, എന്തേ? എടാ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മൈക്ക് ഘടിപ്പിച്ച ജീപ്പ് നിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള തിക്കും തല്ലും മുട്ടും പ്രയാസവും ഒക്കെ എവിടെയുള്ളൂ. വാളയാർ ചുരം കഴിഞ്ഞാൽ അവര് അപ്പനാണ്, എളാപ്പ മൂത്താപ്പ മക്കളാണ്, കെട്ടിപ്പിടിക്കലാണ്. അതുകൊണ്ട് താമരയ്ക്ക് വോട്ട് ചെയ്തോളി. ഇവിടെ MV ഗോവിന്ദൻ മാഷും VD സതീശനൊക്കെ പരസ്പരം എതിർപ്പ് പറയുമെങ്കിലും വാളയാർ ചുരം കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഒപ്പാണ് ഈ 2 കൂട്ടരും. നിങ്ങൾ പൊട്ടന്മാരാവരുത്, BJPക്ക് വോട്ട് ചെയ്തോളി അങ്ങനെ പറഞ്ഞു എന്നാ. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തിനാണടാ നമ്മൾ ഈ കോൺഗ്രസിന്റെ പിന്നാലെ അങ്ങനെ നടക്കണത്? ഓരോ മൂട് താങ്ങി നടക്കാൻ നമുക്ക് കുറവില്ലേ? ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞത്? അദ്ദേഹം അമർഷത്തോടെ ഉറക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും അകമേ അമർന്നു കത്തുന്നുണ്ട് ഈ അഭിപ്രായം, മിണ്ടണില്ല എന്നേ ഉള്ളൂ. അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം നിങ്ങളോടും പറയാം. നിങ്ങൾക്ക് ബോധ്യമായാൽ എനിക്ക് സന്തോഷമായി. ഞാൻ 2 കഥ പറഞ്ഞു കൊടുത്തു. ഒന്ന്, എൻ്റെ നാട്ടിലൊരു കടത്തുകാരനുണ്ടായിരുന്നു, തോണി കടത്തുകാരൻ. മിടുക്കനാണ്, മനുഷ്യത്വമുള്ളവനാ. മിടുക്ക് എന്ന് പറഞ്ഞാൽ പണിയിൽ മിടുക്കനാ. മനുഷ്യത്വം എന്ന് പറഞ്ഞാലോ, ഒരുത്തന് കൂലി കൊടുക്കാൻ കാശില്ലെങ്കിലും ഓനോട് മുഖം കറുപ്പിക്കില്ല, പൊയ്ക്കോളി പിന്നെ തന്നാ മതി എന്ന് പറയും. നല്ല മനുഷ്യൻ. പക്ഷെ ഇയാൾക്കൊരിടങ്ങറുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? തോണി ജമ്മത്ത് കരയ്ക്ക് അടുപ്പിക്കൂല, 1 മീറ്റർ ഇപ്പുറത്താ നിർത്തുക. നാട്ടുകാരോട് പറഞ്ഞു ഇറങ്ങിക്കോളിന്ന്. എന്താ ഉണ്ടാവുക? ഇറങ്ങിയിട്ട് മുണ്ടും വസ്ത്രമൊക്കെ മുട്ടുവരെ പൊക്കിയിട്ട് വേണം നാട്ടുകാർ കരയ്ക്ക് കയറാൻ. എത്രയോ തവണ ഇയാളോട് പറഞ്ഞു, എടോ ഒന്നുകൂടി അങ്ങോട്ട് അടുപ്പിച്ചാൽ കാല് നനയാതെ കര തൊടാലോ.
ജമ്മത്ത് ഇയാളത് ചെയ്യൂല, പഴയ പണി തന്നെ തുടരും. കടത്തുകാരന് പ്രായമായി, വയസ്സായി എന്ന് മാത്രമല്ല അസുഖമായി, കിടപ്പിലായി. മോനെ കിടക്കേ കഴുകിലേക്ക് വിളിച്ചിരുത്തിയിട്ട് കടത്തുകാരൻ പറഞ്ഞു, മോനെ ഞാൻ മരിക്കാൻ പോവുക. നെയ്യാറ്റിൻകരയിലെ മറ്റേ ഗോപൻ സ്വാമിയെ ചെയ്തതുപോലെ ഇങ്ങനെ എന്താ പറയുക, സമാധി അടക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് കുഴിച്ചിടണം. മോൻ പറഞ്ഞു ആയിക്കോട്ടെ. രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞു, അച്ഛൻ ഞാൻ മരിച്ചാലും ഈ തോണി ചെതല് പിടിച്ചു പോകരുത്, കുലത്തൊഴിൽ കളയരുത്, നീ ആ പണി തുടരണം. അച്ഛൻ്റെ മൂർധാവിൽ കൈത്തലം കമിഴ്ത്തി വെച്ച് സത്യം ചെയ്തു, മകൻ ഞാൻ തുടർന്നോളാം അച്ഛ. അധികം വൈകാതെ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ മരണാനന്തര ക്രിയകൾ ഭംഗിയാം വിധം പൂർത്തീകരിച്ച് മകൻ അച്ഛൻ്റെ അഭീഷ്ടപ്രകാരം വെള്ളത്തിലിറക്കി, തോണി നീറ്റിലിറക്കി, കടത്തുപണി തുടങ്ങി. ഈ കുട്ടീൻ്റെ പണി എന്താ അറിയോ നിങ്ങൾ? നാട്ടുകാരെ മുഴുവൻ അരക്കറ്റം വെള്ളത്തിലിറക്കുക. സകല മനുഷ്യന്മാരും വസ്ത്രവും മുണ്ടൊക്കെ വലിച്ച് തെരച്ച് അരവര കയറ്റിയിട്ട് പുറത്തേക്ക് ചെരിഞ്ഞു നിന്നിട്ട് ഇവനോട് തിരിഞ്ഞു നിന്നിട്ട് പറയും, ഈ അരപ്പ ചെക്കനേക്കാൾ നല്ലത് ചത്തുപോയ കുരുപ്പ് തന്തയായിരുന്നു എന്ന്. അയാൾ അരക്കേറ്റല്ല, മുട്ടിനറ്റ ഇറക്കിയിട്ടുള്ളൂ. ഈ കഥ പറഞ്ഞു കൊടുത്തപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മൾ എന്തിനാണ് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നത്, എന്തിനാണ് BJPയെ ചെറുക്കുന്നത്. രണ്ടാമതൊരു കഥയും കൂടി ഞാൻ പറഞ്ഞു കൊടുത്തത് കഥയല്ല, എൻ്റെ അനുഭവം. ഞാനൊരു 1.5 മാസം മുമ്പ് എൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയവർക്കേ മനസ്സിലാവും, അല്ലാതെ പടായി വിട്ടിട്ട് കാര്യമില്ല. ഒരു പകുതി വെള്ളം കെട്ട് തിളച്ച് വരുമ്പം ഗ്യാസ് തീർന്നുപോയി. ജില്ലാ കമ്മിറ്റി ആയിട്ട് കാര്യമുണ്ടോ ഗ്യാസ് തീർന്നാൽ? എൻ്റെ അടുക്കള എൻ്റെ വടക്കേ ഭാഗത്തേക്ക് ഒരു താർപ്പായ വലിച്ചു കെട്ടിയൊരു ചായ്പുണ്ട്, വിറക് പോരാന്നാണ് ഞങ്ങൾ പറയുക. അവിടെയാണ് വിറക് അട്ടിയിട്ടത്. അവിടേക്ക് ചെന്ന് ഞാനൊരു കൊള്ളി വലിച്ച് അടുക്കളയിലേക്ക് ഇങ്ങോട്ട് തിരിയുമ്പോണ്ട് 2 മീറ്റർ വലത്തെ ഭാഗത്ത് അപ്പുറത്ത് ഒരു ശബ്ദം. നോക്കുമ്പോൾ ഒരു മൂർഖനും ഒരു നീർക്കോലിയാണ്. കയ്യിൽ കിട്ടിയ വിറകിൻ്റെ കൊള്ളി ആകാവുന്നത്ര ആകാശത്തേക്ക് പൊക്കിപ്പിടിച്ച് കരുത്തു മുഴുവൻ സമാഹരിച്ച് മൂർഖൻ്റെ മൂർധാവിനൊന്ന് ഞാൻ കൊടുത്തു. അത് ചത്തുപോയി. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ നിൽക്കുന്ന നീർക്കോലിനോട് അകത്തേക്ക് പോയിക്കോ, അടുക്കളയിൽ പെങ്ങളുണ്ട്, പറ്റുമെങ്കിൽ കല്യാണം ആലോചിച്ചാളാ എന്ന് പറയല. അല്ലാന്ന് ആ കുരുപ്പിനെയും തല്ലണ്ടതാ, നീർക്കോലിയാണത്. പക്ഷെ എൻ്റെ തലച്ചോറിന് പകരം മസിലല്ല. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് ഞാൻ ഇതുവരെ വോട്ട് ചെയ്തത് എന്ന ബോധമുള്ളത് കൊണ്ട്, സഖാബ് കുട്ടേട്ടൻ്റെ പാർട്ടിക്കാരനായതുകൊണ്ട് ഞാൻ മൂർഖനെ തല്ലി, നീർക്കോലിനെ തല്ലിയില്ല. എന്താ കാരണം? നീർക്കോലിനെ തല്ലിക്കൊല്ലാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ പണം വിടർത്തി നിൽക്കുന്ന, നിറച്ചു വിഷം ചീറ്റി നിൽക്കുന്ന മൂർഖൻ എൻ്റെ മൂട്ടുകൊത്തി മാളത്തു പോവും, നമ്മൾ മയ്യത്താവും. നീർക്കോലിനെ പിന്നെയും തല്ല, ഇതിനെ ആദ്യം കൊല്ലണ്ടേ? ഈ 2 കഥ പറഞ്ഞു കൊടുത്തപ്പം എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പറഞ്ഞു, ചായ ഒന്നുകൂടി കുടിച്ചോ, ബിസ്ക്കറ്റ് 2 കൂടി തിന്നോന്ന്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കുട്ടേട്ടൻ്റെ പാർട്ടിയുടെ നിലപാട് എനിക്ക് ബോധ്യമായി. ഞാൻ വിശദീകരിക്കുന്നില്ല.